ഓഫർ തട്ടിപ്പിൽ അനന്തോ കൃഷ്ണനെതിരെയും സായി ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിനെതിരെയും പരാതിയുമായി കൂടുതൽ എൻജിഒകൾ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം മുഖേന 350-ലധികം ആളുകളാണ് പദ്ധതിയിൽ പാലക്കാട് കൊല്ലങ്കോട് പേര് രജിസ്റ്റർ ചെയ്തത്. ആനന്ദകുമാർ വഴിയാണ് എൻജിഒ കോൺഫെഡറേഷനുമായി ബന്ധമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഭാരവാഹി ഗിരീഷ് കുമാർ പറഞ്ഞു. മുഴുവൻ ആളുകൾക്കും തുക തിരികെ നൽകുമെന്ന് ഗിരീഷ് കുമാർ പറഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള സ്കൂട്ടറുകളാണ്. അതിന് 6 മാസം സമയമുണ്ട്. 6 മാസം സമയമായിട്ടില്ല. 6 മാസത്തിനുള്ളിൽ തന്നെ ഏജൻസി ഞങ്ങൾക്ക് നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഈ വിഷയമുള്ളത്. ഇനിയും അതിൽ 2-3 മാസമൊക്കെ ഗ്യാപ്പാണുള്ളത്. പക്ഷേ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഒരിക്കലും ഒരാളുടെയും പണം നഷ്ടപ്പെടില്ല. അതിന് കൂടാതെ തന്നെ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ആദ്യമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് കെ.എൻ. ആനന്ദകുമാർ സാറാണ്. അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള ജില്ലയിലെയും സംസ്ഥാനത്തിലെ പല ഇംപ്ലിമെൻ്റ് ഏജൻസികളും എൻജിഒ കോൺഫറൻസ് ജോയിൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തി ഗുണഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങൾ നൽകിയത്. ഞങ്ങൾ ടൈലർ മെഷീനുകൾ, ലാപ്ടോപ്പുകൾ, സ്കൂട്ടറുകൾ, സ്കൂൾ കിറ്റുകൾ, വാട്ടർ പ്യൂരിഫയർ എന്നിവരെ ഞങ്ങൾ കൃത്യമായി തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. പി നന്ദഗോപാൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. നന്ദു, പാലക്കാട് കൊല്ലങ്കോട് മാത്രം 350-ലധികം ആളുകളാണ് തട്ടിപ്പിനിരയായത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ഗിരീഷ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ആനന്ദകുമാറിനെ മുൻനിർത്തി അനന്തു വലിയ തട്ടിപ്പ് നടത്തിയെന്നാണോ, അതോ ആനന്ദകുമാറിനും ഈ അദ്ദേഹത്തിനും തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന കാര്യമാണോ ഗിരീഷ് കുമാർ പങ്കുവയ്ക്കുന്നത്? ഇതിൽ പ്രധാനമായും ഗിരീഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം മുഖേന 350-ലധികം ആളുകളാണ് ഈ കൊല്ലങ്കോട് ഭാഗത്ത് മാത്രം ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കാതായതോടു കൂടിയാണ് ഇത്രയും അധികം ആളുകൾ കൂട്ടത്തോടെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ എൻജിഒയുടെ ആളുകൾ, ഈ ഭാരവാഹി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആനന്ദകുമാറിനെതിരെയും അനന്തകൃഷ്ണനെതിരെയും ഇയാൾ പരാതി പറയുന്നുണ്ട്. ഒപ്പം ഇയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ട് എന്നുള്ളതാണ്. ഈ തുക തിരികെ ആളുകൾക്കൊക്കെ തന്നെ നൽകുകയും ചെയ്യും. പക്ഷേ അധികൃതർ ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിച്ച ശേഷം മുഴുവൻ ആളുകൾക്കും തുക തിരികെ നൽകുമെന്നുള്ളതാണ് ഗിരീഷ് കുമാർ പറയുന്നത്. ഏതായാലും നേരത്തെയും ആളുകൾ പരാതിയുമായി എത്തുന്ന സമയത്ത് ഇവർക്ക് വാട്സാപ്പ് മുഖേനയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്രയും അധികം ആളുകൾ കൂട്ടത്തോടെ എത്തിയപ്പോഴാണ്